ബി.ജെ.പി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകും. കേരളത്തിലെ A+ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. പത്തനംതിട്ടയിൽ പി.സി. ജോർജിനെ തന്നെയാണ് കേന്ദ്ര നേതൃത്വം പരിഗണിക്കുന്നത്. നോബൽ മാരിക്കാരൻ വിശദാംശങ്ങളുമായി. നോബൽ, സംസ്ഥാന നേതൃത്വത്തിന് ഒരു ലിസ്റ്റുണ്ട്, കേന്ദ്ര നേതൃത്വത്തിന് മറ്റൊന്നും. എങ്ങനെയാണ് ഒരു ഒത്തുതീർപ്പുണ്ടാകാൻ പോകുന്നത്? ഇന്ന് എത്ര സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് കരുതേണ്ടത്? നിമേഷ്, ബി.ജെ.പിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം വൈകിട്ടാണ് ചേരുന്നത്. ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതോടൊപ്പം സംഘടനാ ജനറൽ സെക്രട്ടറി ബി.എൽ. സന്തോഷ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും ബി.ജെ.പി ലക്ഷ്യം വെക്കുന്നത് 370 സീറ്റുകളിൽ വിജയമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു സ്ഥാനാർത്ഥിനിർണ്ണയമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് നമുക്ക് നേതാക്കൾ നൽകുന്ന ഒരു സൂചന. ഇന്നിപ്പോൾ പ്രഖ്യാപനം, അതായത് പ്രഖ്യാപനം ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അതല്ലെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപനം എന്നാണ് ബി.ജെ.പി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ആദ്യഘട്ട പട്ടികയ്ക്കാണ് ഇന്നിപ്പോൾ അന്തിമ രൂപം നൽകുക. പ്രധാനമായും ഈ പട്ടികയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ ഇടം പിടിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിന്റെ പേരുകളും ഈ പട്ടികയിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് A+ മണ്ഡലങ്ങളായ കേരളത്തിലെ ആലത്തൂർ, തൃശ്ശൂർ, അതോടൊപ്പം തന്നെ പാലക്കാട്, ഒപ്പം ആറ്റിങ്ങൽ തുടങ്ങിയ മണ്ഡലങ്ങൾ ഇതിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ടും ചർച്ചകൾ നടക്കുന്നുണ്ട്. പ്രധാനമായും ആറ്റിങ്ങലിൽ വി മുരളീധരനും, അതോടൊപ്പം തൃശ്ശൂരിൽ സുരേഷ് ഗോപിയും, ഒപ്പം തൃശ്ശൂരിൽ സുരേഷ് ഗോപിയും, അതോടൊപ്പം തന്നെ പാലക്കാട് സി കൃഷ്ണകുമാറും ഇതിനോടകം തന്നെ ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തിരുവനന്തപുരത്തെ കാര്യത്തിലാണ് ചർച്ചകൾ പ്രധാനമായും നടക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ വേണമെന്ന ആവശ്യം കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. പക്ഷേ അദ്ദേഹം കർണാടകയിൽ മത്സരിക്കാനുള്ള താല്പര്യമാണ് ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ പ്രധാനമന്ത്രി അടക്കമുള്ളവർ സംസാരിക്കുമ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തും എന്നൊരു പ്രതീക്ഷ ദേശീയ നേതൃത്വത്തിനുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നടക്കുന്നത് പത്തനംതിട്ടയിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് കേന്ദ്ര നേതൃത്വത്തിന് അവിടെ ഒരു പേരുണ്ട്, അത് പി.സി. ജോർജിൻ്റെതാണ്. കഴിഞ്ഞ ദിവസം പാർട്ടിയിലേക്ക് എത്തിയ പി.സി. ജോർജിനെ അവിടെ മത്സരിപ്പിക്കണം എന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ ഒരു നിലപാട്. അതേസമയം സംസ്ഥാന നേതൃത്വമാകട്ടെ ഒരു നായർ സ്ഥാനാർത്ഥി അവിടെ വേണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു പട്ടിക സംസ്ഥാനം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേരളം നൽകിയ പട്ടികയ്ക്ക് പുറമെ തന്നെ കേന്ദ്രം അവരുടേതായ രീതിക്ക് ഒരു പട്ടിക കേരളവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. കേരളത്തിന്റെ പേരുകൾ, അതായത് കേരളം നൽകിയ എല്ലാ പേരുകളും അപ്പാട് പരിഗണിക്കുന്ന ഒരു സാഹചര്യം എന്താണെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ ഉണ്ടാകില്ല എന്നും അറിയാൻ കഴിയുന്നു. നിലവിലത്തെ സാഹചര്യത്തിൽ മറ്റ് മണ്ഡലങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായും കോഴിക്കോടാണെങ്കിൽ എം ടി രമേശിന്റെ പേര് തന്നെയാണ് ഏറ്റവും പ്രഥമ പരിഗണനയിൽ ഉള്ളത്. അതോടൊപ്പം തന്നെ കാസർഗോഡാണെങ്കിൽ പി കെ കൃഷ്ണനാഥിന്റെ പേരുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ മത്സരിച്ച രവീശ് തന്ത്രി കുണ്ടാറിന്റെ പേരുണ്ട്. അതിൽ പി കെ കൃഷ്ണനാഥിനോട് ഈ തെരഞ്ഞെടുപ്പിന്റെ ചുമതല ഏറ്റെടുക്കണമെന്ന ആവശ്യം വെക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ആ സ്ഥാനത്ത് മത്സരിക്കാൻ ഉണ്ടാകില്ല എന്നാണ് വിവരങ്ങൾ ഉള്ളത്. ആലപ്പുഴയിലാണെങ്കിൽ നേരത്തെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ കൊലപ്പെടുത്തിയ ശരി, വ്യക്തമാണ്. നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകുന്നതിനായി ബി.ജെ.പിയുടെ ഇന്നത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. A+ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഇന്ന് തീരുമാനം ഉണ്ടാകും എന്നാണ് നോബൽ മാരിക്കാരൻ റിപ്പോർട്ട് ചെയ്യുന്നത്.